നമസ്കാരം. ദർശൻ ചാനലിൽ നിന്നാണ്. നമ്മൾ ദർശൻ ചാനൽ അറിയാലോ, നാഷണൽ അസോസിയേഷൻ ഫോർ ബ്ലൈൻഡ് ദർശൻ ചാനലിൽ നിന്ന് ഇന്ന് എൻ്റെ കൂടെ ഇട്ടിരിക്കുന്ന ഇവിടുത്തെ മധു സാർ അല്ലേ, രഘു സാർ. രഘു സാറാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സാറുമായിട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പം സാറേ നമസ്കാരം. എന്തുകൊണ്ട്, സുഖമായിരിക്കുന്നോ? സാർ, ഈ നാഷണൽ അസോസിയേഷൻ ഫോർ ബ്ലൈൻഡ് എവിടെയാ? ഇത് പട്ടത്ത് പ്ലാമൂടിനടുത്ത് മഞ്ചാടിവിള എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെയാണ് നടക്കുന്നത്? ഇവിടെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ കാഴ്ച പരിമിതി ഉള്ളവർക്ക് ആവശ്യമായിട്ടുള്ള, അവർക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചുള്ള പരിശീലനം കൊടുക്കുക എന്നാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഓക്കെ, പലതരത്തിലുള്ള പരിശീലനം. ഇപ്പൊ നടക്കുന്ന പരിശീലനം എന്താണ്? ഇപ്പൊ നടക്കുന്നത് കമ്പ്യൂട്ടറിൽ അക്സസിബിലിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. കമ്പ്യൂട്ടറിൽ അക്സസിബിലിറ്റി കൊടുക്കുകയാണ് അല്ലേ? അത് മാത്രം മതിയോ? വേറെ എന്തെങ്കിലും ട്രെയിനിങ്? അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് മൊബിലിറ്റി പഠിപ്പിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, പിന്നെ സോഫ്റ്റ് സ്കില്ല്, പിന്നെ ബ്രെയിൽ ആവശ്യമുള്ളവർക്ക് അത്, അങ്ങനെ പലതും. ബ്രെയിൽ ആവശ്യമുള്ളവർക്ക് അത്. ഇതിപ്പോ 6 മാസത്തെ കോഴ്സാ? ഇത് 6 മാസത്തെ കോഴ്സാണ്. അത് ശരി. ഓക്കെ സാറേ, ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ചോദ്യമായിട്ടാണ് സാർ, എനിക്കറിയാവുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് കാഴ്ചശക്തി ഒരു കാലക്രമേണ ഡിഗ്രി വരെ കാഴ്ചശക്തി ഉണ്ടായിരുന്നു, പക്ഷെ ഡിഗ്രി മുഴുപ്പിക്കാൻ പറ്റിയില്ല. അപ്പോൾ പെട്ടെന്നൊരു കാഴ്ചശക്തി പോയി. അപ്പോൾ കുട്ടി ആ പാട് ഡിപ്രസ്ഡ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാറ്, എനിക്കറിയാം സാറ് സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി സാർ എന്തൊരു ഗൈഡൻസ്? ആ കുട്ടിക്ക് ഒന്നും അറിയില്ല, പെട്ടെന്നാണ്, ആ വീട്ടുകാർക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്ന് എന്ത് ചെയ്യാൻ പറ്റും സാർ? നമുക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ നിൽക്കട്ടെ, പക്ഷേ ആ കുട്ടിക്ക് ജീവിതത്തിൽ ഒന്നും മുന്നേ എന്തായാലും കാഴ്ചശക്തി കിട്ടുമെന്നുള്ള ഷുവറിറ്റി ഇല്ല. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴാ കുട്ടി, നേരത്തെ ഉണ്ടായിരുന്നത് ആ കുട്ടി എല്ലാം കണ്ട് കേട്ടൊക്കെയാണ് മനസ്സിലാക്കിയിരുന്നത്. അതെ, ഇനിയിപ്പോ അത് പറ്റൂല. അപ്പൊ കാഴ്ച നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പിന്നെ കേട്ടും സ്പർശിച്ചുമാണ് പിന്നെ ലോകത്തെ തിരിച്ചറിയുന്നത്. അപ്പൊ നേരത്തെ ആ കുട്ടിക്ക് കമ്പ്യൂട്ടറൊക്കെ ചിലപ്പം ഒരു പക്ഷെ അറിയാതിരിക്കും, പക്ഷെ അറിയാമെങ്കിൽ പോലും, അല്ലെ മൊബൈൽ ഫോണൊക്കെ ഡിഗ്രി ആകുമ്പോൾ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ചിരിക്കും. പക്ഷേ ഇപ്പൊ അവരെ സംബന്ധിച്ച് അതിനകത്തൊന്നും കാണാൻ പറ്റുന്നില്ല, കമ്പ്യൂട്ടറിൽ നോക്കിയാൽ കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളതുകൊണ്ട് അവരെ കേൾവിയിലൂടെ കമ്പ്യൂട്ടർ പരിശീലിപ്പിക്കുക, കേൾവിയിലൂടെ മൊബൈൽ ഫോൺ മനസ്സിലാക്കുക, ടച്ചിലൂടെ കേൾവിയിലൂടെ. അപ്പൊ അതിനുള്ള സംവിധാനമാണ് ഇവിടെ പ്രധാനമായിട്ട് ഇപ്പൊ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇവിടെ NAV വന്നു കഴിഞ്ഞാൽ അവർക്ക് കമ്പ്യൂട്ടറിൽ സ്ക്രീൻ റീഡിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്. അത് ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെയാണോ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത് അതെല്ലാം പറഞ്ഞു കേൾപ്പിക്കും. അപ്പൊ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നത് കൊണ്ട് കമ്പ്യൂട്ടറിൽ നോക്കിക്കൊണ്ട് ചെയ്ത കാര്യങ്ങളെല്ലാം കീബോർഡ് ഉപയോഗിച്ച്, കീബോർഡ് കമാൻഡുകളുണ്ട്. ഇപ്പൊ കട്ട് എന്നുള്ളതിന് Ctrl+X, അതില് പേസ്റ്റ് Ctrl+V, Ctrl+C എന്ന് പറയുമ്പോൾ കോപ്പി. ഇതെല്ലാം നേരത്തെ നമുക്ക് ചെയ്ത് ഇരിക്കും. പക്ഷെ ഇവിടെ കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ കമ്പ്യൂട്ടറിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ Ctrl+C എവിടെ ഇരിക്കുന്നതെന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പൊ ഈ കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ കൊടുത്തു കഴിഞ്ഞാൽ, ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ, കൺട്രോൾ പ്രസ് ചെയ്യുമ്പോൾ കൺട്രോൾ അത് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ C, അപ്പോൾ ഒരു സ്ക്രീൻ റീഡർ എന്ന ഒരു ഓപ്ഷനാണ്. ഓക്കെ, വെരി ഗുഡ്, നല്ല കാര്യം സാർ. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ടെസ്റ്റ് എഴുതാൻ പറ്റുമോ? ഈ ഗവൺമെന്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം വിശദമായിട്ട് നമുക്കൊന്ന് ഇതിനെക്കുറിച്ച് സാർ ഒരു ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരണം. അതായത് ഈ കുട്ടി മാത്രമല്ല, ജന്മനാ അന്ധനായ കുട്ടിക്ക് എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് ജോലി കിട്ടാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു ജോലിക്ക് എങ്ങനെ എടുക്കാൻ പറ്റുക, അദ്ദേഹത്തിന് പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടോ ഒക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ടൊന്ന് ഈ ചാനലിന് വേണ്ടി നമുക്കൊന്ന് എടുക്കരുത് സാറിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന്. അപ്പം ഈ ഒരു ഡീറ്റെയിൽസ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ആ കുട്ടിയെ ഒന്ന് ഗൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ആ കുട്ടിക്ക് ഒരു ജോലിക്കാരനാവോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കാലിൽ നിൽക്കാൻ പറ്റുമോ എന്ന് അറിയാനായിട്ടാണ്. അപ്പം അടുത്ത ഒരു എപ്പിസോഡ് ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് കളക്ട് ചെയ്ത് സാർ ഞങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്തത് വളരെ ഉപകാരം. നാഷണൽ അസോസിയേഷൻ ഫോർ ബ്ലൈൻഡിൻ്റെ ചാനൽ ദൃശ്യത്തിൽ നിന്ന് ബിനു കുര്യനാണ്. വളരെ നന്ദിയാണ് ഞങ്ങളിവിടെ ഇന്ന് ജോയിൻ ചെയ്തത്. നന്ദി, നമസ്കാരം. അടുത്ത ഒരു എപ്പിസോഡ് നമ്മൾ ഇതിലേക്കൂട്ട് കൂടുതൽ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, അടുത്ത പ്രാവശ്യം നമുക്ക് കൂടുതൽ ചെയ്യാം.